ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തൊരു മുമ്പയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വല്യപ്പച്ചൻ സ്റ്റാലിനോട് പറയാണ്, നിന്നെക്കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കാനും നിന്നെ ജയിപ്പിക്കാനും കഴിവുള്ളവളാണ് ഇപ്പം നിൻ്റെ കൂടെയുള്ള ലേഡി കമാൻഡർ. അപ്പോഴേക്കും അന്തം വിട്ട് സ്റ്റാൻലി ഇങ്ങനെ നോക്കുക. എടാ, ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്, ഉള്ള കാര്യം. സ്റ്റാൻലി അപ്പോഴും അപ്പച്ചനെ ഇരുത്തി ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈയും വീശി വീശി നടക്കുകയാണ്. സ്റ്റാൻലിയുടെ നടത്തം കണ്ടാൽ ചിരി വരും കേട്ടോ. ഹാ ഹാ, ആരോട് പറയാൻ എന്നും പറഞ്ഞ് അപ്പച്ചൻ പിന്നാലെ. പിന്നെ കാണിക്കുന്നത് അലീന അടുക്കളയിൽ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസ് എഴുന്നേറ്റ് വന്നപ്പോഴേക്കും അടുക്കളയിൽ അവൻ ചായ ഇട്ടുകൊണ്ടിരിക്കുക. അവൾ ചായ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പൗലോസ് പതുക്കെ വായൊക്കെ പൊളിച്ച് അങ്ങോട്ടേക്ക് വരിക. ഗുഡ് മോർണിംഗ് പൗലോസ് ഏട്ടാ എന്ന് പറഞ്ഞു. പൗലോസ് മൈൻഡ് ചെയ്തില്ല കേട്ടോ. പൗലോസ് പതുക്കെ ചായപാത്രമൊക്കെ എടുക്കുകയാണ്. പൗലോസ് ഏട്ടന് ഒരു ഗ്ലാസ് ചായ കൊടുക്കുകയാണ് അവൾ. വാങ്ങിച്ചില്ല. ഇത് പൗലോസേട്ടാ, ഞാൻ ചായ ഇട്ട് തന്നല്ലേ, ഒന്ന് വാങ്ങിക്കും പൗലോസേട്ടാ, ആദ്യമായിട്ട് ഇട്ട് തന്നല്ലേ. വേണ്ട. അതെന്താ പൗലോസേട്ടൻ ചായ കുടിക്കൂലോ? എനിക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, നിർബന്ധിക്കണ്ട. പൗലോസേട്ടാ, എന്തിനാ എന്നോട് വെറുതെ വഴക്ക്? നമ്മൾ ഒന്നിച്ച് ഈ കിച്ചണിൽ പണിയെടുക്കേണ്ടതല്ലേ, പിന്നെ എന്തിനാ പിണങ്ങി നിൽക്കുന്നത്? എനിക്ക് പൗലോസേട്ടനോട് പിണക്കൊന്നും ഇല്ലല്ലോ. നിർബന്ധിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഇനി എന്നോട് ചോദിക്കണ്ട. അപ്പം പൗലോസേട്ടൻ കോംപ്രമൈസ് ആകാൻ പ്ലാൻ ഇല്ല. അപ്പോഴേക്കും പൗലോസ് പറഞ്ഞില്ല. ഇല്ലെന്നേ. എന്താ പൗലോസേട്ടൻ്റെ ഉദ്ദേശം എന്ന് അലീന ചോദിച്ചു. പൗലോസ് ഒന്നും മിണ്ടുന്നില്ല. പൗലോസ് ചായക്ക് ഗ്യാസൊക്കെ കത്തിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ആ ഗ്യാസ് അങ്ങ് എടുത്തു വെച്ചു കേട്ടോ അലീന. ഞാൻ ചോദിച്ചത് കേട്ടില്ലായിരുന്നോ? പൗലോസേട്ടൻ പൊട്ടനൊന്നും അല്ലല്ലോ. ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ ഞാൻ ആരോടൊക്കെ അനുവാദം ചോദിക്കണം എന്ന് പൗലോസ്. അതെ, ഞാനൊരു ചായ ഇട്ട് തന്നത് പൗലോസേട്ടൻ കണ്ടില്ലായിരുന്നോ? എനിക്കത് വേണ്ട. മറ്റുള്ളവരുണ്ടാക്കുന്ന ചായ എനിക്കിഷ്ടമല്ല. വായിക്ക് രുചിയായിട്ട് കുടിക്കണമെങ്കിൽ ഞാൻ തനിയെ ചായ ഇടണം. ഇത്രയും കാലം അങ്ങനെ ആയിരുന്നു എന്ന് പൗലോസ് പറഞ്ഞു. പൗലോസേട്ടാ, ഇനി അത് ഇവിടെ നടക്കത്തില്ല. അങ്ങനെ വായിക്ക് രുചിയായിട്ട് തന്നെത്താൻ ചായ ഇട്ട് കുടിക്കണമെങ്കിൽ പൗലോസേട്ടൻ്റെ വീട്ടിൽ പോയി പൗലോസേട്ടൻ ചായ ഇട്ട് കുടിച്ചോണം. ഇത് എൻ്റെ പപ്പയുടെ വീടാണ്. എനിക്ക് ചായ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്ന് പൗലോസേട്ടാ, മനസ്സിൽ യാതൊരുവിധ ശത്രുതയില്ലാതെയാണ് ഞാൻ ഈ അടുക്കളയിലോട്ട് രാവിലെ കയറിയത്. പൗലോസേട്ടനുമായിട്ട് സഹകരിച്ച് പോകാമെന്ന് വിചാരിച്ച്. പൗലോസേട്ടൻ എങ്ങനെയാണ് ഇത്ര രുചിയായിട്ട് കറിയൊക്കെ വെക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എനിക്കറിയാവുന്നതൊക്കെ പൗലോസേട്ടന് പറഞ്ഞു തരാം. ജോലിയിൽ പൗലോസേട്ടനെ സഹായിക്കാം എന്നൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ആരുടെ സഹായം വേണ്ട. ഞാൻ ഒറ്റയ്ക്കായി ഈ അടുക്കള കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ദേ പൗലോസേട്ട, എൻ്റെ അടുത്ത് മത്സരിക്കാനാണെങ്കിൽ പൗലോസേട്ടൻ പെട്ടിയും കിടക്കയും പാക്ക് ചെയ്ത് വെച്ചോ. 3 ദിവസം ഞാൻ നോക്കും. എന്നിട്ടും ഈ മനോഭാവത്തിന് ഒരു മാറ്റവും ഇല്ല എങ്കിൽ ഞാൻ പൗലോസേട്ടൻ ഒറ്റ വാക്കേ പറയുള്ളൂ, ഗെറ്റ് ഔട്ട്. ഇത് കേട്ട് പൗലോസ് ഒന്ന് ഞെട്ടി കേട്ടോ. അലീന ഒന്നും മിണ്ടിയില്ല, പിന്നെ ഒന്നും പറഞ്ഞുമില്ല. ചായ എടുത്ത് അങ്ങോട്ട് കൊണ്ടുപോവുക. അലീന അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും ബൈജു വന്നു. പൗലോസേട്ട, എന്നാ ഇത്ര ദേഷ്യം പൗലോസേട്ടന് എന്ന് ചോദിച്ചു. അവളെന്നെ വരട്ടുന്നു. ആര്? അലീനയോ? കണ്ട എടുത്ത് അളിഞ്ഞു കുളിഞ്ഞ് കിടക്കുന്നവൾക്കേ ഇവിടെ വന്നപ്പോൾ അവൾക്ക് ഒടുക്കത്തെ അഹങ്കാരം. എന്നെ അവൾ ഇവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നു. സൂക്ഷിക്കണേ പൗലോസേട്ടാ, പറഞ്ഞാൽ ചെയ്യുന്നവളാ. പിന്നെ അവൾ ഗെറ്റ് ഔട്ട് അടിച്ചാൽ പൗലോസ് കൈയും വീശി ഇറങ്ങിപ്പോകും. പൗലോസേട്ടാ, ഒരു കാരണവശാലും പോവരുത്. ആ പെണ്ണിൻ്റെ അടുത്ത് വാശിയും വഴക്കും വേണ്ട. അവൾ എന്നാന്ന് വെച്ചാൽ ചെയ്തോട്ടേ എന്നങ്ങോട്ട് വെച്ചാൽ പോരെ. കേണൽ സാറിൻ്റെ ഭാര്യ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, മക്കൾ പറഞ്ഞാൽ ഞാൻ കേൾക്കാം, ഒരു പ്രശ്നവുമില്ല. ഇവളാരാ? എവിടെന്നോ വലിഞ്ഞു കയറി വന്ന ഒരു മൂദേവി. എവിടെയൊക്കെ വീട്ടുജോലിക്കാരിയായിട്ട് നിന്നവൾ. ഏതോ ഒരു പെണ്ണ് പിഴച്ചു വെച്ചിട്ട് ഇങ്ങനെ തള്ളിയവൾ അനാഥാലയത്തിലേക്ക്. എന്നിട്ടാണ് നമ്മുടെ അടുത്ത് വലിയ പത്രാസ്. എനിക്കവൾ പുല്ല, വെറും പുല്ല് തന്നെ എനിക്കവൾ. പൗലോസേട്ട, ബുദ്ധിമോശം കാണിക്കല്ലേ, ഇവിടെ നിന്ന് പൊയ്ക്കളയരുത്. പിന്നെ അതെ, പുല്ലിന് ഇവിടെ നിന്ന് ഓടിക്കാൻ വന്ന കുട്ടിച്ചായനൊരു മുണയായിപ്പോയി. അയാളിപ്പം അവളുടെ പുറകെ വാലും ചുരുട്ടി നടക്കുക. ഇപ്പം അവൾ പറയുന്നതാണ് മൂപ്പിലാന് വേദവാക്യം. അതെ, ഞാൻ അഞ്ചലിലോട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. അവരെല്ലാവരും ആകെ ചുട്ടുപഴുത്ത് പുകയും വാശിയും വൈരാഗ്യമായിട്ട് ഇരിക്കുക. കേണൽ സാറിൻ്റെ ഭാര്യയുടെ ആകളമാരൊക്കെ കൂടി ഒരൊറ്റ വരവിങ്ങ് വരും. അപ്പം തീരും ഈ പുല്ലീനയുടെ സൂക്കേട്. അതെ, ആൻ്റപ്പേട്ടനും കൂടെ നമ്മുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു. അവളെ ഒറ്റപ്പെടുത്തണം. അതെ, ആൻ്റപ്പച്ചേട്ടൻ പൊങ്ങുതടിയ. വെള്ളം പൊങ്ങിയാലും താന്നാലും അതിൻ്റെ മേലെ മാത്രമേ നിൽക്കത്തുള്ളൂ.
എന്നതായാലും ശരി, ഞാൻ അവളുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾ ഇവിടെ വരുന്നത് വരെ ഈ വീടൊരു സ്വർഗമായിരുന്നു. അവൾ ഇവിടെ നരകം പണിതുകൊണ്ടിരിക്കുക. പിന്നെ കാണിക്കുന്നത് അപ്പച്ചനും സ്റ്റാലിയാണ്. നടപ്പെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുക. അപ്പച്ചൻ പറഞ്ഞു, രാവിലത്തെ നടപ്പ് എന്തായാലും കൊള്ളാം, നീ ഇനി അത് നിർത്തണ്ട. നിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥയ്ക്ക് അത് നല്ലതാ. അതെന്നെ അപ്പച്ച എൻ്റെ ആരോഗ്യത്തിന് കുഴപ്പം? രാവിലെ നടക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ക്ഷീണം കാണിച്ചത് ഞാനല്ല, അപ്പച്ചനല്ലേ? ഞാനല്ലല്ലോ. അയ്യടാ, നിൻ്റെ പ്രായത്തിലുണ്ടല്ലോ ലാലിച്ച, ഞാൻ പറമ്പിൽ പണിയെടുത്തിരുന്നത് പോലെ നീ എടുക്കണമെങ്കിലേ നീ ഇച്ചിരൂടെ മൂക്കണം. എൻ്റെ പ്രായം എന്നതാടാവേ, ഇട്ടാവട്ടത്തിൽ കൂടെ 2 ചുറ്റെന്നും പറഞ്ഞ് നീ എന്നെ അളക്കാൻ നിൽക്കല്ലേ ലാലിച്ച. സ്റ്റാൻലി പറഞ്ഞു, ആയിക്കോട്ടെ, ഞാനൊന്നും പറയുന്നില്ല. ലാലിച്ച, നീ ഒരേ ഇരിപ്പിലുള്ള കുടി അങ്ങോട്ട് നിർത്ത. 1 2 സ്മൂള് ഒരു ദിവസം അടിക്കുവാണേലൊന്നും കുഴപ്പമൊന്നുമില്ല. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഉത്തരവാദിത്തം കൂടി വരികയാണ് നിനക്ക്, അത് നീ ഓർത്തോണം. എല്ലാ ദിവസവും വ്യായാമം ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാർക്ക്, പിള്ളേർക്ക് പോലും അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുക. അതാ അപ്പച്ച ഞാൻ 2 കൂടുതൽ അടയ്ക്കുന്നത്, അറ്റാക്ക് വരത്തില്ല. അതാ കിടക്കുന്നത് ഈ ചെറുക്കൻ്റെ ഒരു കാര്യം. അപ്പോഴേക്കും അലീന ചായയായിട്ട് വന്നു. ആ പൗലോസ് കറക്റ്റ് സമയത്ത് തന്നോണ്ടിരുന്നതാ. ഇനിയിപ്പോൾ ചായയൊക്കെ സമയത്തിന് കിട്ടുമോ എന്തോ. വല്ലപ്പച്ചാ. ഇടി ചുമ്മാ കളി പറഞ്ഞതാ. ആ ചിന്നമ്മ സ്പെഷ്യലിങ് എടുത്തേ. കണ്ടു കഴിഞ്ഞപ്പോൾ വയറ്റിൽ ഒരു ആന്തൽ. അയ്യേ. അങ്ങനെ ഒരെണ്ണം വല്യപ്പച്ചനും കൊടുത്തു, ഒരെണ്ണം സ്റ്റാലിക്കും കൊടുത്തു. കൊള്ളാം. ഈ ചായ ഇതുപോലെ എങ്ങനെ ഒത്തു വന്നെന്നാ എനിക്കിപ്പോഴും സംശയം. എൻ്റെ ലാലിച്ച, ഇവളെപ്പം ചായ ഇട്ടാലും നിൻ്റെ അമ്മച്ചിയുടെ ചായയുടെ അതേ രുചി. അപ്പോഴേക്കും സ്റ്റാൻലി ഇങ്ങനെ അലീനയെ നോക്കുകയാണ്. ഈ മുഖലക്ഷണമൊക്കെ ഒത്തു വരുന്നത് പോലെയാണോ കൈപ്പുണ്യം അതുപോലെ വരുന്നത്? ഇങ്ങനെ അങ്ങ് പൊക്കല്ലേ എന്ന് അലീന പറഞ്ഞപ്പോഴേക്കും അപ്പച്ചൻ ചിരിക്കുക. എന്നിട്ട് സ്റ്റാൻലിയോട് ചോദിച്ചു, കോഫി ഓക്കെ അല്ലേ? അപ്പോൾ ആന്നൊന്ന് മൂളുക മാത്രം ചെയ്തോട്ടെ. അടുക്കളയിലെ കാര്യങ്ങളെ ഞാൻ അങ്ങ് ഏറ്റെടുത്ത് കേട്ടോ. പൗലോസേട്ടനോടും മറ്റും പറഞ്ഞിട്ടുണ്ട്, ഇനി ഇവിടെ അനാവശ്യ ചിലവോ വേസ്റ്റ് ആക്കലോ ഒന്നും പാടില്ലാന്ന്. പൗലോസേട്ടന് അത്ര പിടിച്ചിട്ടില്ല, ശരിയായിക്കോളും. എന്തൊക്കെ ആയാലും ഇനി ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവാതെ നോക്കിക്കോണം. ഒരു പ്രശ്നം ഉണ്ടാവാൻ എളുപ്പമാണ്, അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് വളരെ പ്രയാസം എന്ന് സ്റ്റാൻലി പറഞ്ഞു. പപ്പ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അതൊക്കെ ഞാൻ നയപരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അപ്പോഴേക്കും അപ്പച്ചൻ പറഞ്ഞു, അത് ഞാൻ ഗ്യാരണ്ടി. അപ്പച്ചന് ഇവള് വരച്ച വരെ നിർത്തിയത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായതാണ് നയപരമായിട്ട് കൈകാര്യം ചെയ്യുന്ന. പിന്നെ എന്നതെങ്കിലും ഒരു അവസരം കിട്ടിയാലുടനെ എനിക്കിട്ട് കുത്തിക്കോണം കേട്ടോ ലാലിച്ച. അപ്പോഴേക്കും അലീന പറഞ്ഞു, എന്നാൽ ഞാൻ അടുത്ത നടപടിക്രമങ്ങളിലോട്ട് കിടക്കട്ടെ കേട്ടോ. അതെന്ത് ക്രമം? ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടായോ? വേണം. എന്നാൽ വേഗം റെഡിയാക്കിക്കോ. അങ്ങനെ അലീന അടുക്കളയിലേക്ക് പോവാണ്. അലീനയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അലീന പോയത് നോക്കി ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പപ്പ ഇരിക്കുക. അപ്പോഴേക്കും ഔദക്കുട്ടി പറഞ്ഞു, അതെ, ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയാം, അപ്പച്ചാ വേണ്ട എന്ന് പറഞ്ഞ് താക്കീത് ചെയ്യുകയാണ് സ്റ്റാൻലി. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് റീത്താമ്മയുടെ വീടാണ്. റീത്താമ്മയുടെ വീട്ടിൽ പള്ളിയിലച്ഛനെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇപ്പം എന്തിനാ എടുത്തേ? ഞാൻ വന്നത് നിങ്ങളുടെ പരാതികളും പ്രശ്നങ്ങളും കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ. നമുക്കേ മുഴുവൻ സമയവും അതിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. അച്ഛനൊരു ചായയെങ്കിലും കുടിക്കുക. ഇവിടെ നിന്ന് കഴിക്കാതിരുന്നാൽ ഞങ്ങൾക്ക് വിഷമാവത്തില്ലേ? നമ്മൾ ഉപചാരങ്ങൾക്ക് പോകുമ്പോഴേ കാര്യം പറയാനുള്ള സമയം കുറയും, അതാണ്. എൽസമ്മ എവിടെയാണ് ധ്യാനത്തിന് പോയേക്കുന്നത്? അത് ഭരണങ്ങാനത്ത് തിങ്കളാഴ്ച വരും. എൽസമ്മ ഇപ്പോഴും ഇങ്ങനെ ധ്യാനം പ്രാർത്ഥനയായിട്ട് നടന്ന കുട്ടികളുടെ കാര്യം ആര് നോക്കും? ഞാനുണ്ടല്ലോ, അവൾ എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എന്ന് റീത്താമ്മ പറഞ്ഞു. പ്രാർത്ഥന ധ്യാനമൊക്കെ വേണം, നല്ലതാ. പക്ഷേ കുടുംബത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകാൻ പാടില്ല. കുട്ടികളെ വല്ലവരുടെയും കയ്യിൽ ഏൽപ്പിച്ചിട്ട് 5-6 ദിവസം ധ്യാനത്തിന് പോകുന്നതും ശരിയായ നടപടിയല്ല. എൽസമ്മയുടെ മക്കൾക്ക് ഞാൻ അമ്മയുടെ സ്ഥാനത്താണ്, ഞാൻ അതുപോലെയാണ് അവരെ നോക്കുന്നത്. അതെ, റീത്താമ്മ നോക്കും പോലെ ഒക്കത്തില്ല എൽസമ്മ നോക്കിയ എന്ന് റീത്താമ്മയുടെ ആങ്ങളെയും പറഞ്ഞു. അത്രയ്ക്ക് ഉത്തരവാദിത്വമാണ്. മൂത്തത് 2 പെൺകുട്ടികളല്ലേ, അവർക്ക് മേലെ എപ്പോഴും ഒരു കരുതൽ വേണം. നമ്മൾ അവരുടെ പുറകെ നോക്കണം. പ്രേമം, കാമം, മയക്കുമരുന്ന്, മദ്യപാനം,
ചാറ്റിങ്, ചീറ്റിങ്, അങ്ങനെ പിശാചിൻ്റെ തട്ടിപ്പുകൾ ഏറെയാ. പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇവിടുത്തെ പിള്ളേർ അതിനൊന്നും പോകത്തില്ല അച്ചോ. ഇതൊക്കെ നമ്മുടെ കണക്ക് കൂട്ടലാണ്. നമുക്ക് തെറ്റുപറ്റും, കുട്ടികൾക്കും പറ്റും. ഈ മൊബൈലേ പണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ഇന്നത്തെ പോലെ കുഴപ്പമില്ലായിരുന്നു. അപ്പോഴേക്കും ഇവരുടെ ആങ്ങള പറഞ്ഞു, മൊബൈൽ ഫോൺ കൊണ്ട് നല്ല ഗുണങ്ങളും ഉണ്ടല്ലോ, അത് കണ്ണടച്ച് അങ്ങനെ പറയാൻ കൊള്ളത്തുമില്ലല്ലോ, നല്ലതല്ലാന്ന്. ടാനി ഇതൊക്കെ കേട്ടുകൊണ്ടിങ്ങനെ നിൽക്കുകയാണ്. മൊബൈൽ ഫോൺ കണ്ട് നന്മകൾ ഒരുപാടുണ്ട്, പക്ഷേ പിശാചിനുമേൽ പിടിമുറുക്കിയിരിക്കുകയാണ്. നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്, ചീത്ത കാര്യങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഇവിടുത്തെ കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു. അത് ടാനിക്കുണ്ട്. ടാനി എന്നേരത്തിന് ഒരു കള്ളത്തരം പോലെ നിൽക്കുക. അത് കോവിഡ് കാലത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് എന്ന് ടാനി ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അല്ല, ആ കാലമൊക്കെ കഴിഞ്ഞു പോയില്ലേ. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ മൊബൈൽ ഫോൺ കുട്ടികൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. പല രാജ്യങ്ങളിലും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ നിരോധിച്ചിരിക്കുകയാണ്. അച്ചോ, നമുക്ക് സ്റ്റാൻലിയുടെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടത്? അച്ഛൻ്റെ ഉപദേശം ചോദിക്കണമെന്നാണ് എൽസമ്മ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം സ്റ്റാൻലിയെ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപദ്രവം? ഒറ്റ നാട്ടത്തിൽ ഒരു ഉപദ്രവവും കാണാനില്ല. പക്ഷേ ഒരു കുടുംബം തകരാൻ പോവല്ലേ? അല്ല, സ്റ്റാൻലി കൊടത്തുപുഴയിൽ താമസിക്കുന്നു, സ്റ്റാൻലിയുടെ ഭാര്യയും മക്കളും ഇവിടെ താമസിക്കുന്നു. വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെയല്ലേ? അതെ. ഇപ്പോൾ സ്റ്റാൻലിയുടെ വീട്ടിലൊരു പെണ്ണ് വന്നു. അവൾ സ്റ്റാൻലിയുടെ മകളാണെന്ന് അയാൾ പറയുന്നു അല്ലേ എന്നൊക്കെ അച്ഛൻ ചോദിക്കുകയാണ്. അതിൻ്റെ പേരിൽ ഇവിടെ എൽസമ്മയ്ക്കും മക്കൾക്കും എന്തെങ്കിലും മാറ്റം വന്നു ചേർന്നോ? സ്റ്റാൻലിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഉപദ്രവം ഉണ്ടായോ? അല്ല, സ്റ്റാൻലിക്ക് എൽസമ്മ അറിയാത്തൊരു മകളുണ്ടെന്ന് പറയുന്നത് തന്നെയല്ലേ വലിയൊരു ഭീഷണി അല്ലേ? ആ മകൾ എങ്ങനെയുണ്ടായി? വലിയ ചതി നടന്നു എന്ന് ഉറപ്പായില്ലേ? എൻ്റെ പെങ്ങളും മക്കളും അല്ലേ ചതിക്കപ്പെട്ടത്? അത് സ്റ്റാൻലി എൽസമ്മയെ കല്യാണം കഴിക്കുന്നതിന് മുമ്പുണ്ടായ ഒരു അടുപ്പത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ പറയുന്ന ഈ ചതി. അത് ചതി തന്നെയല്ലേ? അത് പിമ്പാണേലും മുമ്പാണേലും. എൽസമ്മയ്ക്കാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നെങ്കിൽ സ്റ്റാൻലി സമ്മതിച്ചു തരുമോ? എന്നിട്ട് അങ്ങനെ ഉണ്ടായ മകളെ വീട്ടിൽ വിളിച്ചു വരുത്തി കൂടെ താമസിപ്പിച്ചിരിക്കുന്നു. ഉളുപ്പ് ഇത്തിരിയെങ്കിലും ഉണ്ടോ അയാൾക്ക്? നമ്മൾ നോക്കുമ്പോൾ സംഗതി നിസ്സാരമാണെന്ന് തോന്നും. അബദ്ധം സംഭവിച്ചു, പിന്നെ അത് മറക്കുകയും ചെയ്തു. അങ്ങനെ പലയിടത്തും പലർക്കും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ജീവിതം തുടങ്ങിയതിന് ശേഷം ഇങ്ങനൊരു മകൾ വന്ന് കയറുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വലിയ കഷ്ടമല്ലേ? അതിലെന്തെങ്കിലും നീതിയുണ്ടോ? അത് സ്റ്റാൻലി ബോധപൂർവ്വം ഒഴിവാക്കേണ്ടതായിരുന്നു. ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം കാണും. എന്ത് ആണെങ്കിലും നെമ്മാതിത്തരമല്ല അയാൾ കാണിച്ചത്. പിഴച്ച പെണ്ണിനെ കൊണ്ടുവന്ന് കൂടെ താമസിപ്പിച്ചുകൊണ്ട് സ്വന്തം ഭാര്യ മക്കളെയും കൊഞ്ഞനം കുത്തി കാണിക്കുന്നു. ഇതൊക്കെ എവിടെ നടക്കും? പല്ലടിച്ച് കൊഴിക്കേണ്ട അവളുടെ. നമ്മളങ്ങനെ കോപിച്ചിട്ട് കാര്യമില്ല. എല്ലാ പ്രശ്നങ്ങളും ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും നേരിടണം. അപ്പോഴേക്കും ടാനിയുടെ അനിയത്തി വന്നു അങ്ങോട്ടേക്ക്. അവിടെ വെച്ചിരുന്ന ഫുഡ് സ്നാക്സ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഞാനിതിൽ നിന്ന് ഒരെണ്ണം എടുത്തോട്ടേന്ന് ചോദിച്ചു. റീത്തമ്മ പറഞ്ഞു, തൊടരുത്, ടാനി എവിടെ വിളിച്ചോണ്ട് പോ. അപ്പോൾ അച്ഛനെ അതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് അവൾക്ക് കൊടുത്തു കേട്ടോ. മോള് കൊണ്ട് കഴിച്ചോളാൻ പറഞ്ഞപ്പോഴേക്കും ടാനി ചിരിച്ചു. ടാനിയല്ല, ചെൽസ ചിരിച്ചു. അപ്പോൾ റീത്തമ്മ പറഞ്ഞു, അവളെ ഇങ്ങനെയാ, അവൾക്ക് വേണാഞ്ഞിട്ടൊന്നും അല്ല. അതെ, നിങ്ങൾ കുട്ടികളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു ഫാദർ. അതെ, അത് കഴിച്ചിട്ട് മോള് വീണ്ടും വന്ന് എടുത്തോട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ റീത്താമ്പ് പറഞ്ഞു, ഒരു ഭീഷണി മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. എന്തൊക്കെ ഭീഷണി ഇനി വരാനിരിക്കുന്നു? ആ പെണ്ണിൻ്റെ തള്ള ചിലപ്പോൾ വരാൻ സാധ്യതയില്ലേ? അത് സ്റ്റാൻലിയോടൊപ്പം താമസം തുടങ്ങിയാലോ? അപ്പം എൽസമ്മയും മക്കളും ആരായി? അക്കാര്യത്തിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അതുമാത്രമല്ല, സ്വത്ത് എൽസമ്മയ്ക്കും മക്കൾക്കും അവകാശപ്പെട്ട സ്വത്തൊക്കെ അവരടിച്ചു മാറ്റിയാലോ? അങ്ങനെ സംഭവിച്ചാൽ എൻ്റെ പെങ്ങളും പെരുവഴിയിലാവില്ലേ? അതാലോചിക്കേണ്ട വിഷയം തന്നെയാണ്. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അച്ചോ. അതുകൊണ്ട് പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. എല്ലാം കൈവിട്ട് പോയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം ചെയ്യാം, സ്റ്റാൻലിയുമായിട്ട് സംസാരിക്കാം. അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കട്ടെ. വെറുതെ ഫോണിൽ സംസാരിച്ചിട്ട് കാര്യമില്ല അച്ചോ. നേരിട്ട് സംസാരിക്കണം. അയാളുമായിട്ടൊരു കൂടിക്കാഴ്ചയ്ക്ക് നിർബന്ധിക്കണം. അച്ഛൻ്റെ കൂടെ ഞങ്ങളും വരാം. കുളത്തൂപ്പുഴയിൽ വീട്ടിൽ പോയി കാണാം. ആദ്യം ഞാൻ സ്റ്റാൻലിയുമായിട്ടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം എന്ന് പറഞ്ഞു. റീത്താമ്മയ്ക്കും എൽസമ്മയ്ക്കും ഇതൊരു പ്രശ്നം ഉണ്ടാക്കി തീർക്കണമെന്നാണ് ആഗ്രഹം. എന്നാൽ പള്ളിയിലച്ഛൻ ഇത് സമാധാനപരമായിട്ട് തീർക്കണമെന്നാണ് ആലോചിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് പൗലോസേട്ടനാണ്. പൗലോസേട്ടൻ ഒരു ബുക്ക് ഷോപ്പറൊക്കെ ആയിട്ട് പുറത്തേക്ക് വരികയാണ്. അപ്പോഴേക്കും ബൗജി പറഞ്ഞു, പൗലോസേട്ടൻ പോയേക്കരുത് കേട്ടോ, മണ്ടത്തരവാത്. പിന്നെ നീയല്ലേ പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല ആ പെണ്ണിനെ സഹിക്കാനൊന്നും. നീയല്ലേ പറഞ്ഞത് നീ ആരാണ്ടൊക്കെ വിളിച്ച് വരുത്തുന്നോ ഒക്കെ. ആരും വന്നില്ലല്ലോ, ആരെയും കണ്ടില്ലല്ലോ. അതൊക്കെ വരും, നോക്കിക്കോ.
വരുമ്പോൾ ഒരു ബറ്റാലിയൻ പട വരും. അവളുടെ കുറ്റി പറിക്കാതെ അവർ തിരിച്ചു പോകത്തുമില്ല. അതുകൊണ്ടാണ് പറയുന്നത്, എങ്ങനെയല്ലോ ഒന്ന് പിടിച്ചു നിൽക്കുക. ആൻ്റെപ്പെട്ടനോട് നമ്മുടെ കൂടെ നിന്നാൽ മതിയായിരുന്നു. ഞാൻ പറയുന്നതല്ലേ, അത് പൊങ്ങുതടിയാ, നമ്പണ്ട. വാ എന്തായാലും. ഇവരെല്ലാവരും കൂടെ സാധനം മേടിക്കാനായിട്ട് പോവാണ്. ആൻ്റപ്പച്ചേട്ടനാണ് ലിസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിങ്ങനെ വണ്ടിക്കടുത്ത് നിൽക്കുക. ഇവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എത്ര നേരമായിട്ട് നോക്കി നിൽക്കുന്നു. ഇതെവിടായിരുന്നു? ഇപ്പോഴാ റെഡിയായത്. ആൻ്റപ്പേട്ടനെ പോലെ സൂപ്പർവൈസർ പണിയൊന്നും അല്ലല്ലോ വെച്ച് വിളമ്പണ്ടേ. നിങ്ങൾ രണ്ടുപേരും കൂടി എന്നാത്തിനെ ഈ കളി കൂടുന്നത്? നമ്മൾ ഒന്നിച്ച് നിൽക്കേണ്ടവരല്ലേ എന്ന് ബൈജി ചോദിച്ചു കേട്ടോ. അതിനിപ്പോൾ എന്നാ പറ്റിയെന്നോ ഞാൻ പറയാം എന്ന് പറഞ്ഞ് ബൈജു പറയാനായിട്ട് തുടങ്ങുക. അപ്പോൾ അലീന ഉമ്മറത്തേക്ക് വന്നു. പെട്ടെന്ന് തന്നെ പൗലോസ് ബൈജുവിൻ്റെ വാവ് കയറി പൊത്തിയിട്ടോ. എന്നിട്ട് കവളത്തിൽ കൊതുകിരിക്കുന്ന പോലെ, എന്നാ വലിയ കൊതുകാന്നേ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാ മോളെ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ എന്ന് പൗലോസ് ചോദിച്ചു. 3 പേരും കൂടി അങ്ങോട്ടാ സാധനങ്ങൾ കുറച്ച് മേടിക്കാൻ. ലിസ്റ്റൊക്കെ ഉണ്ടോ, ഒന്ന് കാണിക്കാവോ? അപ്പോഴേക്കും പൗലോസ്, വാങ്ങിച്ചോണ്ട് വന്നിട്ട് കാണിക്കാം, അത് പോരെ? മതി ആൻ്റപ്പ ചേട്ടാ, അതെ, സമയം കഴിയുന്നതിന് വണ്ടിയിലോട്ട് കയറിക്കേ. കടക്കാരന് മാമോദീസ ഒക്കെ ഉള്ളത് ഉച്ച കഴിഞ്ഞിട്ട്. കട അടയ്ക്കുന്നതിന് മുമ്പ് എത്തണം. ആരുടെ മാമോദീസ? അയാളുടെ മക്കളൊക്കെ പുറത്തല്ലേ. എന്തായാലും സാധനം മേടിച്ചുകൊണ്ട് വന്നപ്പോൾ ചില കള്ളത്തരങ്ങളൊക്കെ അലീന നാളത്തെ എപ്പിസോഡിനകത്ത് കണ്ടുപിടിക്കുകയാണ്. ചോദിച്ചിട്ട് ആരും പറയുന്നുമില്ല. നേരെ കടയിലേക്ക് അപ്പച്ചനും അലീനയും ഇവരെയും കൂട്ടി വെച്ച് പിടിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സി ഓക്കെ, താങ്ക് യു.